Okay, students. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിലാണ് ആസിഡ്സ്, ബേസസ്, സാൾട്ടുകൾ, ബഫർ സൊല്യൂഷൻ, സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എന്ന ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് വരുന്നത്. നമുക്ക് വൺ ബൈ വൺ ചെക്ക് ചെയ്യാം. ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ് ആരാണ്, ബേസ് ആരാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൂന്ന് കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് അറീനിയസ് കൺസെപ്റ്റ്. അറീനിയസ് കൺസെപ്റ്റ് പറയുന്നത് ഒരു സബ്സ്റ്റൻസിനെ നിങ്ങൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അക്വസ് ആക്കുന്ന സമയത്ത് അത് ആസിഡ് ആണെങ്കിൽ ഇറ്റ് ഡിസോസിയേറ്റ് ടു H പ്ലസ് അയോൺ, അത് ബേസ് ആണെങ്കിൽ ഇറ്റ് ഡിസോസിയേറ്റ് ടു OH മൈനസ് അയോൺ. ഇവിടുന്ന് മനസ്സിലാക്കുന്ന ടേമാണ് സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H പ്ലസ് അയോൺ കിട്ടും. അതുപോലെ സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് OH മൈനസ് കിട്ടും. ശ്രദ്ധിക്കണം, നമ്മൾ സ്ട്രോങ് ആസിഡുകൾക്ക് എക്സാമ്പിൾ ബൈ ഹാർട്ട് ചെയ്യണം. നമുക്ക് പൊതുവെ അറിയുന്ന എക്സാമ്പിൾസ് ആണ് HCl, HNO3, H2SO4. അത് കൂടാതെയുള്ള സ്ട്രോങ് ആസിഡ്സ് ആണ് HBr, HI, then HClO4. ഇത്രയും ആളുകളാണ് ഈ ലോകത്ത് സ്ട്രോങ് ആസിഡ്. ഇതല്ലാതെ വരുന്ന ബാക്കി എല്ലാ ആസിഡ്സും വീക്കാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. HCl വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് H പ്ലസും Cl മൈനസുമായിട്ട് മാറും. എന്നാൽ CH3COH എന്ന അസറ്റിക് ആസിഡ് ആണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. കാരണം അയാൾക്ക് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയില്ല ടു HCH3CO -H+. അപ്പോൾ സ്ട്രോങ് ആസിഡിലാണോ വീക്ക് ആസിഡിലാണോ ഇക്വിലിബ്രിയം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീക്ക് ആസിഡിലാണ്. നമുക്ക് അടുത്ത് നോക്കാം. സ്ട്രോങ് ബേസ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ടു OH മൈനസ് ആണ്. എക്സാമ്പിൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 1, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഹൈഡ്രോക്സൈഡ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഇതിനൊക്കെ ഹൈഡ്രോക്സ് എന്ന് പറയുമ്പോൾ LiOH, NaOH അങ്ങനെ വരും. അടുത്ത ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 2, അതിൽ നമ്മുടെ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം വരുന്നുള്ളൂ. ഇത് CaOH ട്വൈസ്, SrOH ട്വൈസ്, BaOH ട്വൈസ് എന്ന് വരും. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ NaOH in water completely dissociate to Na plus and OH minus. But NH4OH ആണെങ്കിൽ അത് NH4 പ്ലസും OH മൈനസ് ഡിസോസിയേറ്റ് ചെയ്യും. പക്ഷെ അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവും. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ലെവലോട്ട് കടക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടൈമാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. H2O എന്ന ലിക്വിഡ് പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് H പ്ലസും OH മൈനസും കിട്ടും. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. H2O ലിക്വിഡ് എഴുതാത്തത് അത് ലിക്വിഡ് ആണ്. സോളിഡിന്റെയും ലിക്വിഡിന്റെയും വാല്യൂ 1 ആണ് നമ്മൾ പഠിച്ചത്. ഇനി ശ്രദ്ധിക്കണം, 25 ഡിഗ്രി സെൽഷ്യസിൽ റൂം ടെമ്പറേച്ചറിൽ H പ്ലസിന്റെയും OH മൈനസിന്റെയും കോൺസെൻട്രേഷൻ 10⁻⁻⁷ ആണ്. അപ്പോൾ Kw എന്ന് പറഞ്ഞാൽ 10⁻⁻14 ആണ്, m². ഇതിന്റെ ബേസിൽ നമ്മൾ പഠിക്കുന്ന ടേമാണ് pKw. നമ്മൾ pH ഉം pH ഒക്കെ പറയാൻ പോവാണ്. pKw എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് Kw എന്നാണ്. അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് pKw ഈക്വൽ ടു മൈനസ് ലോഗ് Kw. അത് 14 ആണ്. അത് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഇനി ശ്രദ്ധിക്കാം, pH സ്കെയിൽ. ഒരു സൊല്യൂഷന്റെ pH എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയോൺ ആണ്. നമുക്കറിയാം വാട്ടറിലുള്ള H പ്ലസിന്റെ കോൺസെൻട്രേഷൻ 10⁻⁻⁷ ആണല്ലോ. അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന്റെ pH നമുക്ക് 7 കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആസിഡിന്റെ pH ലെസ് ദാൻ 7 ആണ്, ബേസിന്റെ pH ഗ്രേറ്റർ ദാൻ 7 ആണ്. ഇതെല്ലാം 25 ഡിഗ്രി സെൽഷ്യസിലെ മാത്രം കണക്കാണ്. 25 ഡിഗ്രി അല്ല എങ്കിൽ പിന്നെ 7ന്റെ ബേസിൽ 7 എന്ന വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ pOH കാണാനുള്ള ഇക്വേഷൻ ആണ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. നമുക്കറിയാം വാട്ടറിലുള്ള OH മൈനസിന്റെ അളവ് 10⁻⁻⁷ ആണ്. എപ്പോൾ? അറ്റ് 25 ഡിഗ്രി. സോ pOH ആൾസോ 7. ഇനി ശ്രദ്ധിക്കണം, നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് അവിടെ കൂടുതൽ H പ്ലസ് ഉണ്ടാവും, കൂടുതൽ OH മൈനസ് ഉണ്ടാവും. H പ്ലസിന്റെ OH മൈനസിന്റെ അളവ് കൂടിയാൽ Kw കൂടും. H പ്ലസ് ഇൻക്രീസ്, OH മൈനസ് ഇൻക്രീസ്, Kw ഇൻക്രീസ്. H പ്ലസ് കൂടുമ്പോൾ pH കുറയും, pOH കുറയും, pKw കുറയും. സോ pH 7 ആണ് വാട്ടറിന്, അത് 25 ഡിഗ്രി കണക്കാണ്. pOH 7 ആണ് വാട്ടറിന്, അത് 25 ഡിഗ്രി കണക്കാണ്. pKw 14 ആണ് വാട്ടറിന്,
അത് 25 ഡിഗ്രിയിലെ കണക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം, ഈ പി എച്ചും പി ഒ എച്ചും കൂട്ടിയാൽ അത് 14 ആണ് എന്നൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പി എച്ചും പി ഒ എച്ചും കൂട്ടിയാൽ 14 ആണ്. ആ 14 എന്ന് പറഞ്ഞാൽ ആക്ച്വലി പി കെ ഡബ്ല്യു ആണ്. എപ്പോഴാണ് ഈ 14 സംഭവിക്കുക? 25 ഡിഗ്രിയിൽ. പക്ഷെ ജനറൽ കാൽക്കുലേഷനിൽ നമുക്ക് 25 ഡിഗ്രിയെ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു വെക്കാം, പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ 14. അപ്പോൾ ആസിഡിന്റെ പി എച്ച് 6 ആണെങ്കിൽ നമുക്ക് പി ഒ എച്ച് കിട്ടണമെങ്കിൽ 14 മൈനസ് ചെയ്താൽ മതി. ആ ടൈപ്പ് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു 14. അത് എപ്പോഴാണ് അപ്ലിക്കബിൾ ആകുന്നത്? 25 ഡിഗ്രി സെൽഷ്യസ്. പി എച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും കാൽക്കുലേഷൻ. ഈ വീക്ക് ആസിഡും വീക്ക് ബേസും കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് അതിന്റെ പി എച്ച് അല്ലെങ്കിൽ പി ഒ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരാള് പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആവുമല്ലോ. വീക്ക് ആസിഡിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കെ എ. ആ കെ എ കാണാനുള്ള ഇക്വേഷൻ സി ആൽഫ സ്ക്വയർ എന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ആക്ച്വലി സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ ഉണ്ട്. അത് നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമില്ല. കെ എ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ഇത് അറേഞ്ച് ചെയ്താൽ ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് കെ എ ബൈ സി കിട്ടും. ഇതിൽ എന്താണ് ആൽഫ എന്ന് പറഞ്ഞാൽ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അത് എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ പെർസെന്റേജ് ഓഫ് ഡിസോസിയേഷൻ മാറ്റാൻ പറ്റും. പെർസെന്റേജ് കിട്ടണമെങ്കിൽ എത്രയാണോ ഡിഗ്രി അതിനെ ഇൻറ്റു 100 ചെയ്താൽ മതി. അതൊരു മാത്തമാറ്റിക്കൽ ടേം ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ദാറ്റ് ഇൻറ്റു 100 ആണ് പെർസെന്റേജ് ഓഫ് ഡിസോസിയേഷൻ. ഇതിൽ പറഞ്ഞ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇനീഷ്യലി ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്താണോ അതാണ് സി എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ അല്ല, തുടക്കത്തിൽ ക്വസ്റ്റ്യനിൽ തരുന്ന കോൺസെൻട്രേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ ടു റൂട്ട് കെ എ ഇൻറ്റു സി. ഇതിലൊക്കെ ഡെറിവേഷൻ ഉണ്ട്. ഈക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. എച്ച് പ്ലസ് ഈക്വൽ റൂട്ട് കെ എ ഇൻറ്റു സി. ഇനി ശ്രദ്ധിക്കുക, പി എച്ച് കാണാൻ ചോദിച്ചാൽ നമുക്ക് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ അറിയണമല്ലോ. അപ്പൊ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആദ്യം കണ്ടിട്ട് പി എച്ചിലോട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പി എച്ച് കാണാൻ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കാം. എന്താണ് ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു പി കെ എ മൈനസ് ലോഗ് സി. ഇവിടെ ഒരു പുതിയ ടേം വന്നിട്ടുണ്ട്, പി കെ എ. നേരത്തെ നമ്മൾ പി എച്ചും പി എച്ചും കണ്ട പോലെ പി കെ എ ഈക്വൽ ടു മൈനസ് ലോഗ് കെ എ എന്നാണ്. എന്താണ് കെ എ? അത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ആണ്. ഇതേ ഫോർമാറ്റിലാണ് വീക്ക് ബേസിൽ ഇക്വേഷൻ വരിക. കെ ബി ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. ആൽഫ ഈക്വൽ ടു റൂട്ട് കെ ബി ബൈ സി. എച്ച് പ്ലസിന് പകരം ഒ എച്ച് മൈനസ് ഈക്വൽ ടു റൂട്ട് കെ ബി ഇൻറ്റു സി. പി ഒ എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പി കെ ബി മൈനസ് ലോഗ് സി. ശ്രദ്ധിക്കണം, എന്താണ് കെ ബി? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ്. ഇനി മനസ്സിലാക്കണം, ഈ കെ എ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ആ വീക്ക് ആസിഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണ് എന്നാണ്. ആ സമയത്ത് പി കെ എ കുറവായിരിക്കും. അപ്പൊ കെ എ കൂടുമ്പോൾ പി കെ കുറയണം. ഈ സമയത്താണ് ആസിഡിന്റെ സ്ട്രെങ്ത് കൂടുന്നത്. അടുത്ത പോയിന്റ്, കെ ബി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം പി കെ ബി കുറവാണ് എന്നാണ്. ആ സമയത്താണ് ബേസിന്റെ സ്ട്രെങ്ത് കൂടുന്നത്. അപ്പോൾ ഒരു ബേസ് എത്രത്തോളം സ്ട്രോങ് ആകുന്നുവോ അതിന്റെ കെ ബി അത്രത്തോളം കൂടുതലും പി കെ ബി അത്രത്തോളം കുറവുമായിരിക്കണം. ഒരു ആസിഡ് എത്രത്തോളം സ്ട്രോങ് ആകുന്നുവോ അതിന്റെ കെ കൂടുതലും പി കെ കുറവുമായിരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സാൾട്ട് എന്ന് പറയുമ്പോൾ അത് ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സ്പീഷീസ് ആണ്. ഈ സാൾട്ടിന്റെ കൂടെ വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ ഈ സാൾട്ടിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. നമുക്ക് 4 തരം സാൾട്ടിനെ കുറിച്ചാണ് പഠിക്കാറുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ആസിഡും ബേസും സ്ട്രോങ് ആണ് അതിന്റെ സാൾട്ട്. അതിന് എക്സാമ്പിൾ ആണ് NaCl. ഒരു സാൾട്ട് ഏതിന്റെയൊക്കെ ആസിഡിന്റെയും ബേസിന്റെയും സാൾട്ടാണ് ചെക്ക് ചെയ്യാൻ ടെക്നിക്ക്. NaCl ഞാൻ Na പ്ലസും Cl മൈനസും കൊടുത്തു. ഇതിലുള്ള പോസിറ്റീവ് അയോണിന്റെ കൂടെ നിങ്ങൾ OH മൈനസ് ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് അയോണിന്റെ കൂടെ H പ്ലസ് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിനകത്തുള്ള ആസിഡും ബേസും. ഇത് രണ്ടും സ്ട്രോങ് ആണ് എന്ന് നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കണം, രണ്ടും സ്ട്രോങ് ആണെങ്കിൽ ആ കളി ടൈ ആയി പോകും. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ അവിടെ നെറ്റ് റിസൾട്ട് ഉണ്ടാവില്ല.
എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രോളിസിസ് ഇല്ല. ഇത് പഠിക്കാൻ ടെക്നിക്ക് മാത്രമാണ്. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ ടൈ ആയി പോകും എന്ന് പറഞ്ഞ അർത്ഥം ആ സൊല്യൂഷൻ ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ സ്ട്രോങ് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും സാൾട്ട് ന്യൂട്രൽ ആണ്. അടുത്ത് നോക്കൂ, സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. എക്സാമ്പിൾ CH3COONA. അയോൺസ് ഞാൻ ഇവിടെ എഴുതി, CH3COO- മൈനസും Na പ്ലസും. ഇതിലുള്ള ആസിഡ് ആരായിരിക്കും? CH3COOH, അത് വീക്ക് ആസിഡ് ആണ്. ബേസ് ആരായിരിക്കും? NaOH, അത് സ്ട്രോങ് ബേസ് ആണ്. ഒന്ന് സ്ട്രോങ്ങും ഒന്ന് വീക്ക് ആയതുകൊണ്ട് ഒരു സംശയമില്ല, അവിടെ റിയാക്ഷൻ നടന്നിരിക്കും, ഹൈഡ്രോളിസിസ് നടക്കും. ആരായിരിക്കും ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കുക? അത് വീക്ക് ആയിരിക്കോ സ്ട്രോങ് ആയിരിക്കോ? അത് സ്ട്രോങ് അല്ലേ. അതുകൊണ്ട് വീക്ക് ആസിഡും സ്ട്രോങ് ബേസിന്റെയും സാൾട്ട് തീരുമാനിക്കുന്നത് അവിടുത്തെ സ്ട്രോങ് ആയ ബേസ് ആണ്. ദ റിസൾട്ട് ഈസ് ബേസിക്. ഇങ്ങനെയാണ് അതിനെ ടെക്നിക് ലെവലിൽ പഠിക്കാൻ പറ്റുന്നത്. ഇനി മനസ്സിലാക്കണം, ഒരു സാൾട്ടിലെ വീക്ക് ആസിഡിൽ നിന്നുണ്ടായ പാർട്ട് അല്ലെങ്കിൽ വീക്ക് ബേസിൽ നിന്നുണ്ടായ പാർട്ടാണ് ഹൈഡ്രോളിസിസ് പങ്കെടുക്കുക. ഇവിടെ വീക്ക് ആസിഡിൽ നിന്നുണ്ടായ പാർട്ട് ഇതാണല്ലോ, അത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഹൈഡ്രോളിസിനെ ആനയോണിക് ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കും. എക്സാമിന് എപ്പോഴും ചോദിക്കുക ഈ സൊല്യൂഷന്റെ സ്വഭാവം തീരുമാനിക്കാനാണ്. ഒന്ന് വീക്കും ഒന്ന് സ്ട്രോങ് ആണെങ്കിൽ സ്ട്രോങ് ആണ് സ്വഭാവം തീരുമാനിക്കുക. അടുത്ത് നോക്കാം, സ്ട്രോങ് ആസിഡിന്റെയും വീക്ക് ബേസിന്റെ സാൾട്ട് ആണ് NH4Cl. NH4 പ്ലസും Cl മൈനസും. ഇതിൽ ആരായിരിക്കും ബേസ്? NH4OH. ആരാണ് സ്ട്രോങ്? HCl. ഒന്ന് സ്ട്രോങ് ഒന്ന് വീക്ക് ആയതുകൊണ്ട് ഹൈഡ്രോളിസിസ് നടക്കുമല്ലോ. ആസിഡ് സ്ട്രോങ് ആയതുകൊണ്ട് റിസൾട്ട് അസിഡിക് ആവുമല്ലോ. ഇതില് പോസിറ്റീവ് പാർട്ടായ NH4 പ്ലസ് മാത്രല്ലേ വീക്ക് സബ്സ്റ്റൻസിൽ നിന്ന് വന്നത്, അതുകൊണ്ട് ഇത് കാറ്റയോണിക് ഹൈഡ്രോളിസിസ് ആണ്. അടുത്ത് നോക്കാം, വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെ സാൾട്ട് CH3COONH4. ഇതിനെ അമോണിയം അസറ്റേറ്റ് എന്ന് വിളിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടും വീക്കാണ്. വീക്ക് പാർട്ടാണ് ഹൈഡ്രോളിസിസ് പങ്കെടുക്കുക, അപ്പൊ ഹൈഡ്രോളിസിസ് തരും. രണ്ടും വീക്ക് ആയതുകൊണ്ട് നെറ്റ് റിസൾട്ട് എന്താ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അതുകൊണ്ട് ഞാൻ പറയും അത് ന്യൂട്രൽ ആവാം, ചെറിയ രീതിയിൽ അസിഡിക് ആവാം, അല്ലെങ്കിൽ ബേസിക് ആവാം. ഈ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രോളിസിൽ പങ്കെടുക്കും, പോസിറ്റീവ് പാർട്ട് ഹൈഡ്രോളിസിൽ പങ്കെടുക്കും. അതുകൊണ്ട് ഇത് ആനയോണിക് ആൻഡ് കാറ്റോണിക് ഹൈഡ്രോളിസിസ് ആണ്. ഞാൻ പറഞ്ഞു ഇതിന്റെ pH ജനറലി നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ pH കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ്. 7 പ്ലസ് ഹാഫ് ഇൻറ്റു pKa മൈനസ് pKb. pKa നേരത്തെ പറഞ്ഞതാണ് മൈനസ് ലോഗ് Ka. സിമിലർലി pKb മൈനസ് ലോഗ് Kb. ഇതിനനുസരിച്ചായിരിക്കും ഈ സൊല്യൂഷന്റെ pH കിട്ടുക. നമുക്കൊരിക്കലും മറ്റുള്ള സൊല്യൂഷൻസിന്റെ pH കാണാനില്ല, പക്ഷെ ഇത് നമുക്ക് pH കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടുത്തെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സാൾട്ട് തന്നിട്ട് ആ സാൾട്ടിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ആ സാൾട്ട് ഏത് ആസിഡും ഏത് ബേസും ചേർന്നിട്ടാണ് ഉണ്ടായത് എന്ന് ചെക്ക് ചെയ്യാം. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ, ഒന്ന് സ്ട്രോങ്ങും ഒന്ന് വീക്കും ആണെങ്കിൽ ആരാണോ സ്ട്രോങ് അത് റിസൾട്ട് ഉണ്ടാക്കും. രണ്ടും വീക്ക് ആണെങ്കിൽ അത് നമുക്ക് ജനറലി പറയാൻ കഴിയില്ല, അത് അസിഡിക് ആവാം, ബേസിക് ആവാം, ന്യൂട്രൽ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഇനി നമുക്ക് പഠിക്കേണ്ട വിഷയമാണ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഒരു സൊല്യൂഷന്റെ pH ഒരു പരിധി വരെ ചേഞ്ച് വരാതെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ബഫർ സൊല്യൂഷൻ. എങ്ങനെ? ആ സൊല്യൂഷനിലോട്ട് ആസിഡ് ഒഴിച്ചാലും ബേസ് ഒഴിച്ചാലും ഡൈലൂഷൻ നടത്തിയാലും ഇറ്റ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH അപ് ടു എ ലിമിറ്റ് ബൈ അഡീഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഓർ ഡൈലൂഷൻ. ഒരു പരിധി വരെ അതിന്റെ pH മാറില്ല. നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ബഫറാണ്. ഒന്ന് സിമ്പിൾ ബഫർ, അടുത്ത അസിഡിക് ബഫർ, അടുത്ത ബേസിക് ബഫർ. സിമ്പിൾ ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. നേരത്തെ നമ്മൾ ഹൈഡ്രോളിസിന്റെ കൂടെ പറഞ്ഞല്ലോ, CH3COONH4 അമോണിയം അസറ്റേറ്റ്, അത് ഒരു ബഫർ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഈ ബഫർ സൊല്യൂഷന് pH കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 7 പ്ലസ് ഹാഫ് ഇൻറ്റു pKa മൈനസ് pKa. അടുത്തതാണ് അസിഡിക് ബഫർ. അസിഡിക് ബഫർ എന്ന് ശ്രദ്ധിക്കണം, ഇതൊരു മിക്സ്ചർ ആണ്. ആരുടെയൊക്കെ മിക്സ്ചർ എന്നറിയോ? വീക്ക് ആസിഡിന്റെയും അതിന്റെ സാൾട്ടിന്റെയും മിക്സ്ചർ. ആ സാൾട്ട് ഉണ്ടാക്കിയത് സ്ട്രോങ് ആസിഡിനോട് ചേർന്നിട്ടായിരുന്നു, സ്ട്രോങ് ബേസിനോട് ചേർന്നിട്ടായിരുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. CH3COOH എന്ന ആസിഡും അതിന്റെ സാൾട്ടായ CH3COONA. നോർമൽ ലെവലില് ഇത്രയാണ് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മുടെ സപ്ലിമെന്ററി പാർട്ടില് ഇതിന്റെ pH കാണാനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു അസിഡ് ബഫറിന്റെ pH കാണാനുള്ള ഇക്വേഷൻ? pKa plus
ലോഗ് സോൾട്ട് ബൈ ആസിഡ്. സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ പറയുമ്പോൾ ഇതാണ് സാൾട്ട്, ആസിഡിന്റെ കോൺസെൻട്രേഷൻ പറയുമ്പോൾ ഇതാണ് ആസിഡ്. പി കെ നമ്മൾ ഓൾറെഡി ചെയ്താണ്, മൈനസ് ലോഗ് കെ. അടുത്താണ് ബേസിക് ബഫർ. ഇതേ ലെവലിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീക്ക് ബേസ് ആരാ NH4OH, അതിന്റെ സോൾട്ട് ആരാ NH4Cl. സോ ഇതിനെ POH പറയാം. ഇവിടെ PH പറഞ്ഞ പോലെ അവിടെ POH. PKB പ്ലസ് ലോഗ് സോൾട്ട് ബൈ ബേസ്. ഇതിനോട് കണക്ട് ചെയ്ത് പഠിക്കുന്ന ടേം ആണ് കോമൺ അയോൺ എഫക്ട്. കോമൺ അയോൺ എഫക്ട് എന്ന് പറഞ്ഞാൽ അത് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിളിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ വെരി സിമ്പിൾ. നിങ്ങൾ CH3COON ഈ എക്സാമ്പിളൊക്കെ തന്നെയാണ് എക്സാമ്പിൾ ചോദിക്കുക. CH3COON CH3COOH എന്ന സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്തു. നമുക്കറിയാം CH3COH ഒരു വീക്ക് ആസിഡ് ആണ്, അവിടെ ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഇക്വിലിബ്രിയത്തിലോട്ടാണ് നിങ്ങൾ CH3COON ആഡ് ചെയ്തത്. ഇവിടെ CH3CO മൈനസും Na പ്ലസും ഉണ്ടല്ലോ. ഇതിൽപ്പെട്ട അയോൺ ഈ ഇക്വിലിബ്രിയത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ CH3CO മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടും. അത് കൂടിയാൽ അത് കുറക്കാൻ ശ്രമിക്കുമല്ലോ, അതാണ് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. ആ ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള H+ന്റെ അളവ് കുറയും. H+ന്റെ അളവ് കുറഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും. അപ്പൊ എന്താ പഠിക്കേണ്ടത്? ഒരു വീക്ക് ആസിഡിലോട്ട് കോമൺ അയോൺ വന്നാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും. അതുപോലെ പഠിക്കാം, ഒരു വീക്ക് ബേസിലോട്ട് കോമൺ അയോൺ വന്നാൽ ബേസിക് സ്ട്രെങ്ത് കുറയും. നോക്കൂ, NH4Cl into NH4OH. NH4Cl NH4 പ്ലസും OH മൈനസും ഉണ്ട്. ഇത് ഫസ്റ്റ് എക്സാമ്പിൾ, ഇത് സെക്കൻഡ് എക്സാമ്പിൾ. ഈ NH4 പ്ലസ് കോമൺ അയോൺ ഉള്ളതുകൊണ്ട് ഇതിന്റെ അളവ് കൂടും, ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യും, ബേസിക് സ്ട്രെങ്ത് കുറയും. ഇതാണ് കോമൺ അയോൺ എഫക്ട്. ഈ പറഞ്ഞു തന്ന എക്സാമ്പിൾസ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ഇതന്നെ എക്സാമിന് ചോദിക്കുള്ളൂ. ബേസിനെ കുറിച്ചുള്ള അടുത്ത കൺസെപ്റ്റ് ആണ് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പറഞ്ഞത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആസിഡ് എന്ന് പറഞ്ഞ സ്പീഷീസ് H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യും. ബേസ് എന്ന് പറഞ്ഞ സ്പീഷീസ് H+ അയോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ H+ എന്നാണ്, പ്രോട്ടോൺ ഡോണർ എന്നും പ്രോട്ടോൺ ആക്സെപ്റ്റ് എന്ന് വിളിക്കും. ഈ കൺസെപ്റ്റ് പ്രകാരം എല്ലാ ആസിഡ് ബേസ് റിയാക്ഷനും ഇക്വിലിബ്രിയത്തിലാണ്. ഓൾ ആസിഡ് ബേസ് റിയാക്ഷൻസ് ആർ ഇൻ ഇക്വിലിബ്രിയം. എന്നൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബേസിലാണ് നമുക്ക് ഡീപ്സ് പഠിക്കാനുള്ളത്. ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ നോക്കുമ്പോൾ HCl Cl- ആയി. HCl Cl- ആവണമെങ്കിൽ H+ കൊടുക്കണം. അപ്പൊ HCl ഒരു ആസിഡ് ആണ്. H2O H3O പ്ലസ് ആയി മാറി. അതിന് ഇയാൾ H+ സ്വീകരിക്കണം, ഇയാൾ ഒരു ബേസ് ആണ്. നമുക്ക് ഈ റിയാക്ഷൻ അവിടെ നിന്ന് പറയാം, Cl- HCl ആയി. അതിന് Cl- H+നെ സ്വീകരിക്കണം. അപ്പൊ Cl- ഒരു ആസിഡ് ആണ്, Cl- ഒരു ബേസ് ആണ്. H3O പ്ലസ് H2 ആയി. അതിന് ഇയാൾ H+നെ കൊടുക്കണം, ഇതൊരു ആസിഡ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് HCl എന്ന ആസിഡിൽ നിന്ന് H+ കൊടുത്തു കിട്ടുന്ന സാധനം ഒരു ബേസ് ആണ്. ഈ ബേസിനെ കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കും. H2O എന്ന ബേസ് H+നെ സ്വീകരിച്ചു കിട്ടുന്നത് ഒരു ആസിഡ് ആണ്. ഇതിനെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു ആസിഡിന് പെയർ ആയിട്ട് ഒരു ബേസ് ഉണ്ടാവും, ഒരു ബേസിന് പെയർ ആയിട്ട് ഒരു ആസിഡ് ഉണ്ടാവും. ആ പെയറിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് പെയർ. ഇറ്റ് ഈസ് ദ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അടുത്ത പോയിന്റ് നോക്കൂ, which differ by 1 H+ അയോൺ. ഇവർ തമ്മിൽ ഒരു H+ അയോണിന്റെ വ്യത്യാസം ഉണ്ടാവും. HCl ന്റെ പെയർ ആണല്ലോ Cl-, H2 ന്റെ പെയർ ആണല്ലോ H3O+. അവർക്കിടയിൽ ഒരു H+ ന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ടേം പഠിക്കണം, കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും. കോൺജുഗേറ്റ് ആസിഡ് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? ബേസിൽ നിന്ന്. ബേസ് H+നെ സ്വീകരിച്ചിട്ടാണല്ലോ കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവുക. സോ കോൺജുഗേറ്റ് ആസിഡ് ഈസ് ഈക്വൽ ടു ബേസ് പ്ലസ് H+. ഇനി കോൺജുഗേറ്റ് ബേസ് എങ്ങനെ ഉണ്ടാവുക? അത് ആസിഡിൽ നിന്നാണ്. ആസിഡ് എന്ത് ചെയ്യണം? H+നെ മൈനസ് ചെയ്യണം. ആസിഡ് H+നെ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. എക്സാമിന് ചോദിക്കും, ഒരു സ്പീഷീസിന്റെ കോൺജുഗേറ്റ് ബേസ് ഇതാണ്. അപ്പോൾ ആ സ്പീഷീസിനെ ആസിഡ് എന്ന് കൺസിഡർ ചെയ്യുക, അവിടുന്ന് H+ ഒഴിവാക്കിയാൽ അത് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. ഒരു സ്പീഷീസിന്റെ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞാൽ ആ സ്പീഷീസ് ബേസ് ആണെന്ന് വിചാരിക്കുക, അതിലോട്ട് H+ ആഡ് ചെയ്യുക, നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. ഇനി പഠിക്കണം, കോൺജുഗേറ്റ് പെയറിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ആണ് Ka into Kb equal to Kw എന്നാണ്
KW വാല്യൂ 10⁻⁻14 ആണല്ലോ അറ്റ് 25 ഡിഗ്രി. നമുക്ക് എപ്പോഴും കാൽക്കുലേഷനിൽ 25 ഡിഗ്രി വരുള്ളൂ. സോ KA into KB equal to 10⁻⁻14 ആണെങ്കിൽ PKA plus PKB equal to 14. ഇവിടുന്ന് മനസ്സിലാക്കണം, KA കൂടുന്നതനുസരിച്ച് KB കുറഞ്ഞിരിക്കണം. കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്ത് കുറയണം. നേരെ തിരിച്ചു പറയാം, ആസിഡിന്റെ സ്ട്രെങ്ത് കുറയുന്നതിനനുസരിച്ച് കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്ത് കൂടണം. ഇനി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ലൂയിസ് കൺസെപ്റ്റ്. വെരി സിമ്പിൾ കൺസെപ്റ്റ്. റിയാക്ഷൻ നടക്കുമ്പോൾ ലോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ആസിഡ്, ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ബേസ്. ഞാനൊരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് NH3 BF3. ഈ ബോറോണ്ട് ഔട്ടർ മോഷനിൽ 6 ഇലക്ട്രോണേ ഉള്ളൂ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനുവേണ്ടി ഇയാൾ തന്റെ ലോൺ പെയറിനെ കൊടുക്കും. ഈ ലോൺ പെയറിന് കൊടുത്ത NH3 ഉണ്ടല്ലോ, അത് ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ബേസ് ആണ്. ലോൺ പെയറിന് സ്വീകരിച്ച BF3 ഉണ്ടല്ലോ, അത് ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ് ആണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ സ്വീകരിക്കുന്ന ആളാണല്ലോ. ലോൺ പെയർ സ്വീകരിക്കാനുള്ള കാരണം അവർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ടാണ്. ലൂയിസ് ബേസ് അത് ലോൺ പെയറിന് കൊടുക്കുന്ന ആളാണ്, അവർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരിക്കും. എങ്ങനെയാണ് ഒരാൾ നമുക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് വിളിക്കുക? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവണമെങ്കിൽ അതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ പാടില്ല. മിക്കവാറും അവർക്ക് പോസിറ്റീവ് ചാർജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള പല എക്സാമ്പിൾസും ഇതിലാണ് H+CO3+ Mg2+. എന്നാൽ ന്യൂട്രൽ ആയിരിക്കെ ഒക്ടറ്റ് ഇൻകംപ്ലീറ്റ് ആയ ആളുകളുണ്ട്. BeCl2, BF3, B2H6, AlCl3. ഈ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ തന്നെ +1 ബോർഡ് എക്സാം ചോദിക്കുള്ളൂ. ലൂയിസ് ബേസ് വെരി സിമ്പിൾ. നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസ് എല്ലാം ഇലക്ട്രോൺ റിച്ച് ആണ്. ഇനി ന്യൂട്രൽ ആയിട്ടും ഒരാൾ ഇലക്ട്രോൺ റിച്ച് ആവും അയാളുടെ കയ്യിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ലൂയിസ് കൺസെപ്റ്റിൽ ഒരൊറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ലൂയിസ് ആസിഡിനും ലൂയിസ് ബേസിന്റെയും എക്സാമ്പിളിന്റെ ബേസിലാണ്. ഒരു എക്സാമ്പിൾ തന്നാൽ അത് ഏതാണെന്ന് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ലൂയിസ് ആസിഡിന് ചില എക്സാമ്പിൾ ചോദിക്കുകയും ചെയ്യും. ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റും മോളാർ സൊല്യൂബിലിറ്റിയും അവർ തമ്മിൽ റിലേഷൻ. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഏരിയയാണ്. AgCl എന്ന സോളിഡ് ആയ കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്ത് Ag+ അക്വസും Cl- അക്വസും കിട്ടും. ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യാത്തത് കൊണ്ട് അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവും. ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവുമല്ലോ. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പേര് മാത്രമാണ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. എങ്ങനെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് അല്ലെ. ഇവിടെ റിയാക്ടിന് വരുന്ന ആവശ്യമില്ല, സോളിഡ് ആണ്. അപ്പൊ KSP = കോൺസെൻട്രേഷൻ ഓഫ് Ag+ × Cl- കിട്ടി. നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ട് എടുക്കാം. ഒരു 3 കോമ്പൗണ്ടിന്റെ KSP ഞാൻ എഴുതാൻ പോവാണ്. നോക്കിയോളൂ. PbCl2 എന്ന കോമ്പൗണ്ടിലെ പ്ലസും മൈനസും മനസ്സിലാക്കണം. ഒരു സ്പീഷീസിൽ ആദ്യം വരുന്ന ആൾക്ക് പ്ലസ് ആയിരിക്കും. അത് എത്ര പ്ലസ് ആണ് എന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തെ സ്പീഷീസിന്റെ നമ്പർ ആയിരിക്കും. അത് 2+ ആണ്. രണ്ടാമത്തെ സ്പീഷീസ് നെഗറ്റീവ് ചാർജ് ആണ്, അത് ഒന്നാമത്തെ സ്പീഷീസിന്റെ നമ്പർ ആയിരിക്കും -1 ആണ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? Pb2+ aqueous 2Cl- aqueous. അപ്പൊ ഇതിന്റെ KSP നമുക്ക് എഴുതാലോ. കോൺസെൻട്രേഷൻ ഓഫ് Pb2+ into കോൺസെൻട്രേഷൻ ഓഫ് Cl- നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണുമ്പോൾ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് പവർ ആക്കി എഴുതാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. MxN/Sol. ഇതൊരു ജനറൽ കോമ്പൗണ്ട് ആണ്. ഇതിൽ എമ്മിന്റെ ചാർജ് പ്ലസ് ആണല്ലോ. എത്ര പ്ലസ്? അത് Y+ ആയിരിക്കും. എന്റെ ചാർജ് മൈനസ് ആണല്ലോ. എത്ര മൈനസ്? അത് X- ആയിരിക്കും. സോ ഞാൻ ഈ റിയാക്ഷൻ എഴുതാം. എന്ത് കിട്ടും? XMY+ aqueous plus YNX- aqueous. നമുക്ക് ഇതിന്റെ KSP എഴുതാം. എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് My+X into concentration of Nx- Y. സോ ഇതാണ് രണ്ടാമത്തെ റിയാക്ഷന്റെ KSP. മൂന്നാമത്തെ റിയാക്ഷൻ Zr3PO4 4 times. നിങ്ങൾക്ക് തന്നെ പറയാവുന്നുള്ളൂ. എന്തായിരിക്കും Zr ന്റെ ചാർജ്?
അത് 4 പ്ലസ് ആയിരിക്കും. PO4 ന്റെ ചാർജോ അത് 3 മൈനസ് ആയിരിക്കും. എന്തായിരിക്കും ഇതിന്റെ റിയാക്ഷൻ? 3Zr 4 പ്ലസ് aqueous plus 4PO4 3 minus aqueous. എന്തായിരിക്കും KSP? Concentration of Zr4 plus raised to 3, concentration of PO4 3 minus raised to 4. ഇതാണ് KSP എഴുതുന്ന രീതി. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് മോളാർ സൊല്യൂബിലിറ്റി. മോളാർ സൊല്യൂബിലിറ്റി ഇത്രേ ഉള്ളൂ. ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് സൊല്യൂബിൾ ആയി കിടക്കുന്ന സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് മോളാർ സൊല്യൂബിലിറ്റി. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂബിൾ സബ്സ്റ്റൻസ് അറ്റ് ഇക്വിലിബ്രിയം. നോക്കൂ, ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് എത്ര AgCl ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ടോ അതാണ് S. എത്ര AgCl ഡിസോൾവ് ചെയ്തോ അത്ര തന്നെ Ag+ കിട്ടുമല്ലോ. അപ്പൊ Ag+ നമുക്ക് S വിളിക്കാം. എത്ര AgCl ഡിസോൾവ് ചെയ്തോ അത്ര തന്നെ Cl- കിട്ടുമല്ലോ. Cl- S വിളിക്കാം. ഇവിടെ Ag+ നും Cl- നും പകരം അപ്ലൈ ചെയ്താൽ KSP ഈക്വൽ ടു S സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ട് എടുക്കാം. ഒരു PbCl2 ലയിക്കുമ്പോൾ ഒരു Pb2+ കിട്ടുക. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് Pb2+ ഈക്വൽ ടു S. പക്ഷേ ഒരു PbCl2 ഡിസോൾവ് ചെയ്താൽ 2 Cl- കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് Cl- ഈക്വൽ ടു 2S. നമുക്ക് KSP കാണാം. എങ്ങനെ കാണാം? കോൺസെൻട്രേഷൻ ഓഫ് Pb2+ പകരം S കൊടുത്തു, Cl- പകരം 2S കൊടുത്തു, റൈസ് ടു 2. സോ ഇറ്റ് ഈസ് 4S3. ഇങ്ങനെയാണ് KSP S റിലേഷൻ കാണാം. ഞാൻ ഇതിനൊരു ടെക്നിക്ക് പറയാൻ പോവാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ട് PbCl2 അല്ലേ? നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. PbCl2 എത്ര Pb ഉണ്ട്? ഒരു Pb ഉണ്ട്. ഒരു Pb ആണെങ്കിൽ 1S റൈസ് ടു 1 എന്നത് എത്ര എണ്ണം ഉണ്ടോ അത്രയും S അതിന്റെ പവർ ആക്കി കൊടുക്കുക. എത്ര Cl ഉണ്ട്? 2 അല്ലേ? 2S റൈസ് ടു 2 എന്നത് ആൻസർ വിൽ ബി 4S3. അതല്ലേ നമുക്ക് കിട്ടിയത്? ഇങ്ങനെ നമുക്ക് KSP S റിലേഷൻ കാണാം. ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. MXNY അല്ലേ? പറ, എത്ര M ഉണ്ട്? X അല്ലേ? അതുകൊണ്ട് ഞാൻ KSP നോക്കൂ. XS റൈസ് ടു X. എത്ര N ഉണ്ട്? അത് Y അല്ലേ? YS റൈസ് ടു Y. നമുക്കിത് മൾട്ടിപ്ലൈ ആണെങ്കിൽ X റൈസ് ടു X ഇൻറ്റു Y റൈസ് ടു Y ഇൻറ്റു S റൈസ് ടു X പ്ലസ് Y. നമുക്ക് നാലാമത്തെ എക്സാം നോക്കാം. Zr3PO4 4 ടൈംസ്. എത്ര Zr ഉണ്ട്? 3. സോ KSP ഈക്വൽ ടു 3 Zr ആയതുകൊണ്ട് 3S റൈസ് ടു 3. 4 PO4 ആയതുകൊണ്ട് 4S റൈസ് ടു 4. ബൈ കാൽക്കുലേഷൻ 6 9 1 2 S റൈസ് ടു 7. ഇങ്ങനെയാണ് KSPയും Sഉം തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്. ഈ സൊല്യൂബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് കോമൺ അയോൺ എഫക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ലേഷാക്ലെ പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആണ്. നോക്കൂ, NaCl ഈസ് ഡിസോൾവ്ഡ് ഇൻ aqueous solution of AgCl. നമുക്കറിയാം AgCl പാർഷ്യലി ഡിസോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ്. അതിന് ഇക്വിലിബ്രിയം ഉണ്ട്. ഈ ഇക്വിലിബ്രിയത്തിലോട്ട് നിങ്ങൾ NaCl ആഡ് ചെയ്താൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും അയോൺ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അത് Cl- ആണ്. Cl- കോൺസെൻട്രേഷൻ അവിടെ കൂടും. അത് കൂടിയാൽ സിസ്റ്റം എന്തിനു ശ്രമിക്കും? അത് കുറക്കാൻ ശ്രമിക്കും. അപ്പോൾ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യണം. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ബാക്ക്വേർഡ്. ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ആളുകളുടെ എമൗണ്ട് കുറയല്ലോ. അതായത് മോളാർ സൊല്യൂബിലിറ്റി കുറയും. അപ്പോൾ കോമൺ അയോൺ ആഡ് ചെയ്താൽ മോളാർ സൊല്യൂബിലിറ്റി കുറയുന്നു. കൂടെ പഠിക്കണം, കോമൺ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് എത്രത്തോളം കോമൺ അയോൺ ആഡ് ചെയ്യുന്നോ അത്രത്തോളം ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അതായത് മോളാർ സൊല്യൂബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. മോളാർ സൊല്യൂബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും ആസ് കോൺസെൻട്രേഷൻ ഓഫ് കോമൺ അയോൺ ഇൻക്രീസ്. ഇത്രയുമാണ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയി പഠിക്കാനുള്ള